ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മെയ് 14 മുതൽ ഗജലക്ഷ്മി രാജയോഗ ഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു 7 രാശിക്കാരെ പറ്റിയാണ്. എന്താണ് ഈ ഗജലക്ഷ്മി രാജയോഗം എന്ന് പറഞ്ഞാൽ, വ്യാഴവും ശുക്രനും ഒരേ രാശിയിൽ ഒരുമിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അത്യപൂർവ യോഗമാണ് ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ മിഥുന രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ആ മിഥുന രാശിയിലേക്ക് മെയ് 14 ശുക്രൻ വന്നു ചേരുമ്പോൾ സംഭവിക്കുന്ന അത്യപൂർവ യോഗമാണ് ഗജലക്ഷ്മി രാജയോഗം. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനം സംബന്ധിച്ച പണം സംബന്ധിച്ചിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുക, ധനം കൈകളിൽ വന്നു ചേരും, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ജീവിത വിജയങ്ങൾ ലഭിക്കുക, അവരവർ ചെയ്യുന്ന ജോലിയിലും ബിസിനസ് മേഖലയിലുമൊക്കെ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ, അതുമൂലം കാര്യവിജയം, സാമ്പത്തിക ലാഭം വന്നു ചേരുക, ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സമൂഹത്തിൽ വളരെ ഉന്നതമായിട്ടുള്ള ഒരു നിലയിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥ വന്നു ചേരും. അതുപോലെ തന്നെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറുന്ന സമയമാണ്. പലരുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, സ്വന്തമായ ഭൂമി, ഗൃഹം, അതുപോലെ വണ്ടിവാഹന യോഗങ്ങൾ, സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം, ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഗജലക്ഷ്മി രാജയോഗം 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് മെയ് 14 മുതൽ അനുഭവത്തിൽ വരും. നമ്മളിതിവിടെ പറയുന്നത് രാശിയുടെ ഒരു പൊതുഫലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും വ്യാഴ മഹാദശ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശുക്ര മഹാദശ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങളും മാറ്റങ്ങളും ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം വളരെ കൂടുതലായിട്ട് നൽകും. പൊതുവെ ഈ 7 രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്ന ഈ ഒരു സമയം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുക. അവരവരുടെ ജാതകപ്രകാരം കൂടെ ശുക്രദശ, വ്യാഴ മഹാദശയൊക്കെ നടക്കുന്നവർക്ക് 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഫലം ലഭിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം കൈകളിൽ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. കുടുംബത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. ഗൃഹപ്രവേശം, അതുപോലെ വിവാഹം, സന്താനഭാഗ്യം, ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുടുംബത്തിൽ സംഭവിക്കും. സ്വന്തം ബന്ധങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാവുക, സ്വന്തം ബന്ധങ്ങളുമായിട്ട് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ ഒരു സമയം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങളുമായും സഹോദരങ്ങളുമായും ഒക്കെ കൂടിച്ചേരുവാനുള്ള അവസരങ്ങൾ ധാരാളമായി ലഭിക്കും. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൈകളിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ഇടവം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ചും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകൾ, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം, നല്ല വിവാഹം, അതുപോലെ സന്താനഭാഗ്യം, അങ്ങനെ ഒരുപാട് നന്മകൾ ഇടവം രാശിക്കാരായ മാതാപിതാക്കൾക്കും അനുഭവത്തിൽ വരുന്ന സമയമാണ്. പൊതുവെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നന്മകളും വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഖാന്തരം നിങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൈകളിലേക്ക് വരുന്ന പണം, ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ചിലവുകൾ, ഭൂമി, ഗൃഹം, വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം, വിദേശ യാത്രകൾ അനുഭവത്തിൽ വരിക, ഇതൊക്കെ ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും നൽകുന്നതാണ്. ചെറുതാണെങ്കിൽ പോലും സമ്പാദ്യം എന്ന ഒരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരും. പാഴ്ചിലവുകളൊക്കെ നഷ്ടപ്പെടും. ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്ന സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും പൂർണ്ണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ സമയം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ലഭിക്കുന്ന ഗുണഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അത്രമേൽ ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം ഇടവം രാശിക്കാരായ സ്ത്രീ പുരുഷന്മാർക്ക് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നൽകും എന്നുള്ളതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകർക്കും ഗജലക്ഷ്മി യോഗം അനുഭവത്തിൽ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. തൊട്ടതെല്ലാം പൊന്നാകുന്നു എന്ന് പറയുന്നത് പോലെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, വിജയങ്ങളാണ് ലഭിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുക. സ്വന്തമായി ഒരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതിൽ വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന സമയവും, അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ച, നല്ല മാറ്റങ്ങൾ, ഇതെല്ലാം ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പലർക്കും കടൽ കടന്ന് വിദേശത്തേക്ക് പോകുവാനുള്ള യോഗം, വിദേശ ജോലി, വിദേശവാസം, ഇതെല്ലാം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഒരുപാട് ശുഭ ചിലവുകൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. ഈ ഒരു കാലഘട്ടങ്ങളിൽ പലർക്കും ഭൂമി, ഗൃഹത്തിനുള്ള യോഗവും അതുപോലെ വണ്ടിവാഹന യോഗങ്ങളും ഈ കാലഘട്ടങ്ങളിൽ ഈ ഗജലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് നൽകും. പലരെയും സംബന്ധിച്ച് കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാർക്കും സമയം ഏറ്റവും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾ മിഥുനരാശിക്കാർക്ക് ഈ ഒരു സമയം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളെ കൊണ്ട്, മിഥുനരാശിക്കാരായ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് പല നന്മകളും ഗുണഫലങ്ങളും ഒക്കെ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് നിങ്ങൾക്കൊരു പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗവും ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ഗജലക്ഷ്മി രാജയോഗം മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ വന്നു ചേരും. വളരെ വലിയ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുമെന്നുള്ളതാണ്. അത് അവരവരുടെ ജോലിയിലും അവരവരുടെ വിവാഹ ദാമ്പത്യ ജീവിതത്തിലും നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയിലുമൊക്കെ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ ഗജലക്ഷ്മി യോഗം ഏറ്റവും അതിശക്തമായ രീതിയിൽ അനുഭവത്തിൽ ലഭിക്കും. അത്രമേൽ നിങ്ങളെ സംബന്ധിച്ച് ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്രതീക്ഷിത വിജയങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് ഏറ്റവും അധികം മനസ്സമാധാനം, സുഖം, സന്തോഷമായിരിക്കും ഈ സമയത്ത് ലഭിക്കുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് സുഖം, സമാധാനം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഒക്കെ ലഭിക്കും. മനസ്സമാധാനം, സന്തോഷം ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ജീവിത മുന്നേറ്റത്തിൻ്റെ ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി സഹോദരങ്ങളുമായി കൂടിച്ചേരാനുള്ള അവസരമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിത ജീവിത മുന്നേറ്റമാണ് ഈ ഒരു സമയത്ത് ലഭിക്കുക. തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കാം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൈകളിൽ ധനം വന്നു ചേരുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏറെക്കാലമായിട്ട് ലഭിക്കാതിരുന്ന പല ഉയർച്ചകളും പല നല്ല സ്ഥാനമാനങ്ങളും നേട്ടങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നടത്തിവരുന്ന ചികിത്സകൾ ഫലത്തിൽ ലഭിക്കുക. നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയവുമാണ്.
ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മറഞ്ഞിരിക്കുന്ന നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. അതുപോലെ ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനുമുള്ള യോഗം ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിത നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു സമയം ഗജലക്ഷ്മി രാജയോഗം അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച, ധനപരമായിട്ടുള്ള ഉയർച്ച വളരെ നല്ല രീതിയിൽ വന്നു ചേരും. മറ്റ് കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം വീശുന്ന സമയം. മാനസികമായും ശാരീരികമായും അതുപോലെ സാമ്പത്തികമായിട്ടുമൊക്കെ ഒരു സ്ഥിരത, ഒരു സുഖം, സമാധാനം, സന്തോഷം ഈശ്വരൻ നൽകുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് നല്ല വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും എല്ലാം ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നൽകുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് ഗജലക്ഷ്മി രാജയോഗം വളരെ വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളും നേട്ടങ്ങളുമായിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുക. അതുപോലെ പിതാവിൻ്റെ വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വന്നു ചേരുക. പിതാവിൽ നിന്ന് അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ഒരുപാട് ഗുണാനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള എനർജികളും വിട്ടുമാറുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഗജലക്ഷ്മി രാജയോഗത്തോടു കൂടി കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. എത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ കൂടെ കടന്നു പോകുന്ന തുലാം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കുവാനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ധനം കൈകളിൽ വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടും. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾ ഫലത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകൾ വിട്ടുമാറുക. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ, ശത്രുതകൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന്, അത് ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ മുഖാന്തരമോ സുഹൃത്ത് ബന്ധത്തിലോ ഒക്കെ ആകാം. അങ്ങനെയുള്ള എല്ലാ എതിർപ്പുകളും, തടസ്സങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്ന് വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല മാറ്റങ്ങൾ ലഭിക്കുക. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ലഭിക്കാതിരുന്ന മാറ്റങ്ങൾ, അത് ചെയ്യുന്ന ജോലി, തൊഴിലിലാണെങ്കിൽ അത് വന്നു ചേരും. ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായിട്ട് കാലാകാലങ്ങളിൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് പോലും അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ലഭിക്കും. ഒരുപാട് കാലത്തെ ആഗ്രഹം, സ്വന്തമായൊരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അത് സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു സമയമാണ്. നല്ല വിവാഹം ഉണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അങ്ങനെയുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സമയം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഒക്കെ നിങ്ങൾക്കൊരു സഹായം ലഭിക്കുക, അല്ലെങ്കിൽ അവർ മുഖാന്തരം മനസ്സിന് സന്തോഷം നൽകുന്ന, സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ഈ സമയത്ത് ലഭിക്കും. ഏറ്റവും ഉത്തമമാണ് ഗജലക്ഷ്മി രാജയോഗം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകൂ. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയത്തക്ക സുഖാനുഭവങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളാണ്. അത് പലതരത്തിലാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രശ്നങ്ങൾ, അനാവശ്യമായിട്ടുള്ള ശത്രുതകൾ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം അനുഭവത്തിൽ വരുന്നതോടുകൂടി വന്നു ചേരും. ഒരു സമാധാനം, സുഖം, സന്തോഷം ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മുൻപിൽ മറ്റ് ഒരുപാട് നല്ല വഴികൾ തെളിഞ്ഞു കിട്ടും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു സാമ്പത്തിക മുന്നേറ്റമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല വ്യക്തികളെയും സംബന്ധിച്ച് ആ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. അപ്രതീക്ഷിതമായിട്ട് ഉള്ള നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് വന്നു ചേരുക. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവിത ഉയർച്ചയാണ് ധനുരാശിയിൽപ്പെട്ടവർക്ക് ലഭിക്കുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിലൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വന്നു ചേരും. വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കും. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഒരു പുനർവിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. നല്ലൊരു ബന്ധം ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളെ ലഭിക്കാതിരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. സാമ്പത്തിക സ്ഥിരത വന്നു ചേരും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഭൂമിക്ക് ഉള്ളൊരു യോഗമുള്ള ഒരു സമയമാണ് ധനുരാശിക്കാരായ പലർക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളൊരു ഗൃഹം നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും, ഒരു വാടക ഗൃഹത്തിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം, പലർക്കും സ്വന്തമായൊരു വീടിനുള്ള യോഗം ലഭിക്കുന്ന ഒരു കാലവുമാണ്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറി ധനുരാശിക്കാരെ സംബന്ധിച്ച് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലയിലും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങൾ ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം നൽകും. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി ഓരോ വ്യക്തികളും മുന്നോട്ട് പോകൂ. ധനുരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും. അതിനൊക്കെ നല്ലൊരു മാറ്റം ലഭിച്ച് ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്നൊരു സമയമാണ് ഈ ഗജലക്ഷ്മി രാജയോഗം നൽകുന്നത്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗജലക്ഷ്മി രാജയോഗത്തോടുകൂടി പണം സംബന്ധിച്ച കഷ്ടതകൾ വിട്ടുമാറും എന്നുള്ളതാണ്. ധനപരമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. അതിനുള്ളൊരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. പുതിയ പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം വന്നു ചേരുകയും പല തരത്തിലുള്ള കടബാധ്യതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു സമയം പ്രധാനമായിട്ടും കുംഭം രാശിക്കാർക്ക് ധനപരമായ മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കൈകളിലേക്ക് പണം വന്നു ചേർന്നാൽ അത് വരുന്നതിലും കൂടുതൽ ചിലവാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് അതൊരു ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ശുഭകാര്യങ്ങൾക്ക് പാഴ്ചിലവുകൾ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവരവർക്കും അവരവരുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിൽ ആവശ്യത്തിനുള്ള ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അടുത്തതായി കുംഭം രാശിക്കാർക്ക് കർമ്മസംബന്ധമായി ഏറ്റവും വലിയ ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, തൊഴിലിലൊക്കെ വളരെ വലിയ മുന്നേറ്റം, മാറ്റങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലഭിക്കാതിരുന്ന പലതരത്തിലുള്ള നേട്ടങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ നടത്തുവാൻ സാധിക്കും, ആരംഭിക്കുവാൻ സാധിക്കും. വിദേശ ജോലിക്കും വിദേശവാസത്തിനുമുള്ള യോഗമുള്ള സമയമാണ്. ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുംഭം രാശിക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഈ സമയത്ത് ധൈര്യമായി മുന്നോട്ടിറങ്ങാം. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കുന്ന സമയമാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സുഖവും സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരതയും ലഭിക്കുന്ന ഒരു സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക്
മാതാവും മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നുള്ള അനുഗ്രഹം, അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം. സ്വന്തമായിട്ട് ഒരു വീട് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ളൊരു യോഗവും ഈശ്വരൻ നൽകുന്ന സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇല്ലാതിരുന്ന ഒരു സമാധാനവും സുഖവും ലഭിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും, കുടുംബത്തിൽ പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. ഈ ഒരു ഗജലക്ഷ്മി രാജയോഗത്തോടു കൂടി കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നന്മ ലഭിക്കുന്ന സമയമാണ്. പലരും ഒരു ഗൃഹപ്രവേശം നടത്തുന്ന സമയം, അതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ സന്താന ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം, വീട്ടിൽ അനുയോജ്യമായിട്ടുള്ള മംഗല്യം, വിവാഹം നടക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് ശുഭമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഓരോ വ്യക്തികളും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമതകളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. ചിലർ അവരവർ ചെയ്യുന്ന ജോലിയിലുള്ള പ്രശ്നങ്ങൾ, മറ്റു ചിലർക്ക് കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കടബാധ്യതകൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് എന്തു തന്നെയായാലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഈ ഒരു ഗജലക്ഷ്മി രാജയോഗത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു വെളിച്ചം, നല്ലൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഒരു മുന്നേറ്റം വന്നു ചേരുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനൻ രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഗജലക്ഷ്മി രാജയോഗം അത്രമേൽ ശക്തമായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് അനുഭവത്തിൽ ലഭിക്കുക. ഈ ഒരു സമയത്ത് തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളായിരിക്കും പലരുടെയും ജീവിതത്തിൽ വന്നു ചേരുക. പലർക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കാലാകാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയം. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനിയുടെ കാഠിന്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും. പലർക്കും പലതരത്തിലുള്ള നഷ്ടങ്ങൾ, കഷ്ടതകളൊക്കെയാണ് അനുഭവത്തിലുള്ളത്. അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മാറ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നതി, ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേർന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകളൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള അവസരം വന്നു ചേരും. അതുപോലെ ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കതിൽ വളരെ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കും. പലരും മെയ് മാസം 14 ശേഷം മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലഭിക്കാതിരുന്ന ഒരു പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. സ്വന്തമായ ഒരു തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്ന മീനം രാശിക്കാർക്കും മെയ് 14 ശേഷം ആ കർമ്മ മേഖലയിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിലൊക്കെ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. ഈ ഒരു ഏഴരശനി മുഖാന്തരം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്ന മീനം രാശിക്കാർ ധാരാളമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള അപകടങ്ങളോ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ, ഇങ്ങനെ പലതും. പലർക്കും ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായും മുക്തരായി നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടു കിട്ടുന്ന ഒരു സമയമാണ്. പഴയതുപോലെ നിങ്ങൾക്ക് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിത ഉയർച്ചയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കടബാധ്യതകളും രോഗദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിച്ച പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന ആശങ്കകളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയും ചെയ്യും.
മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. പുതിയ ഭൂമി ഈ ഒരു കാലഘട്ടത്തിൽ വാങ്ങുവാനുള്ള യോഗമുണ്ട്. ഭൂമി വാങ്ങുവാനും അതുപോലെ ഭൂമി വിറ്റ് ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറച്ച് നാളെ ഒരു ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയവും ഇത് തന്നെയാണ്. എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ വിട്ടുമാറും. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കടന്നു പോകുന്നത്. കാരണം ഏഴരശനിയുടെ ബുദ്ധിമുട്ട് അത്രത്തോളമുണ്ട്. അത് സ്വന്തം ബന്ധങ്ങളിൽ നിന്നാണെങ്കിൽ പോലും പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ധാരാളമാണ്. എന്തു തന്നെയായാലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. നന്മകൾ ലഭിക്കും. ജീവിത ഉയർച്ചകൾ ലഭിക്കുന്ന സാഹചര്യമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള സമയം പലതരത്തിലുള്ള വലിയ മാറ്റങ്ങളും നന്മകളും ആഗ്രഹ സാഫല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും. നന്ദി.